മാങ്കൂട്ടത്തിലിന്റെ കോൺഫിഡൻസ് ലെവല് ഒരു വലിയ കോൺഫിഡൻസ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം മുതൽ പറയുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടന പ്രകാരമോ അല്ലെങ്കിൽ ഇന്ത്യയുടെ നീതിന്യായ സംവിധാനത്തിന് വിഘാതമായ രീതിയിലോ എതിരായിട്ടോ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇനിയിപ്പോ ഇനിയും പരാതി ഉണ്ടെങ്കിലും ഈ പരാതികളൊക്കെയും കോടതിയിൽ വരുമ്പോൾ അതിന്റെ വിചാരണാ ഘട്ടത്തിൽ രാഹുലിന് ഊരിപ്പോവാൻ പറ്റും. ഈ രണ്ട് കേസിലും ജാമ്യം കിട്ടി പുറത്തു വന്നത് ഒരുപക്ഷെ ഈ അകത്തു പോയതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഈ കുറച്ചു കാലം വീട്ടിൽ ഒതുങ്ങിയിരുന്ന വലിയ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് വന്ന ഒരാളെന്ന രീതിയിൽ സത്യത്തിൽ ഒരു രക്തസാക്ഷി പരിവേഷം കിട്ടാനുള്ള സാധ്യതയില്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രണ്ട് കേസിലും വരുമ്പോൾ തീർച്ചയായിട്ടും ജാമ്യം കിട്ടി പുറത്തു വരുമ്പോൾ ഇതിൽ കേരള പോലീസിന്റെ ചില ഇടപെടലുകൾ സംശയാസ്പദമാണ്. ഷാഫി പറമ്പിലിന്റെ ഒറ്റ നിർബന്ധം കൊണ്ട് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ മതി എന്നുള്ള ഒറ്റ നിർബന്ധം കൊണ്ട് പാലക്കാട് സ്ഥാനാർത്ഥിയാകുന്നു. നിങ്ങളിങ്ങനെ സ്ഥാനാർത്ഥിയാക്കിയേക്കും ഞാൻ ജയിപ്പിക്കാമെന്ന് പറയാൻ ഷാഫി പറമ്പിലിന് പറ്റും പാലക്കാട്. ഇവിടെ അത് മാത്രമല്ല ഈ അഭിപ്രായം പറയുന്നവരുടെ വായടപ്പിക്കാനുള്ള ശ്രമമുണ്ട്. ഇപ്പൊ ദിലീപിന്റെ കേസിൽ ഇന്നലെ എനിക്ക് തോന്നുന്നു 26-27 പേർക്കെതിരെ എഫ്ഐആർ ഇട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാർട്ടിൻ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. സ്വാഭാവികമായി കേസിന്റെ മെറിറ്റും ഡീമെറിറ്റും ചർച്ച ചെയ്യുന്ന ഈ വേളയിൽ അത്തരം ഒരു പരാമർശം വന്നാൽ ആരെങ്കിലും ഒക്കെ എടുത്തു വെച്ച് ഷെയർ ചെയ്യുക സ്വാഭാവികമാണ്. അതെ ശ്രീല, അതാണ് ഈ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും രാഹുൽ ഈശ്വർ ചോദിക്കുന്ന ചോദ്യവും ഒക്കെ ഇതാണ്. അതായത് ഒരു ഭീതിതമായ അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കി വെക്കുന്നു. നിങ്ങൾ ആരും ഒന്നും മിണ്ടരുത്. കാര്യം നിങ്ങൾ മിണ്ടിക്കഴിഞ്ഞാൽ അത് ആർക്കെതിരെയാണ് ഇത് മൊത്തം അടിക്കുന്നത്? സത്യത്തിൽ ഇതൊരു ഫാസിസ്റ്റ് ഭരണകൂടം കേരളത്തിലല്ലേ ഉള്ളത്? ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി പറയുന്ന കാര്യങ്ങളൊക്കെയും പോയി ഇടിച്ചിരുന്നത് CPM-ന്റെ ചങ്കിലാണ്, അല്ലെങ്കിൽ സർക്കാരിന്റെ ചങ്കിലാണ്. എഴുതിയവനെതിരെ കേസെടുക്കുന്നു. എന്നിട്ട് ഞങ്ങൾ ഗംഭീരന്മാരായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വക്താക്കളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. രാഹുൽ ഈശ്വറിന്റെ വേണമെങ്കിൽ മലീഷ്യസ് പ്രോസിക്യൂഷൻ കൊടുത്ത് മാനനഷ്ടം പോലും വാങ്ങിച്ചെടുക്കാവുന്ന ഒരു കേസാണ്. രാഹുൽ ഈശ്വർ അതിന് ശ്രമിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പ്രോസിക്യൂഷൻ വന്നിട്ട് പറയാണ് ഒരു പേപ്പറും കൂടെ കിട്ടാൻ, ഒരു പ്രധാന രേഖയും കൂടെ കിട്ടാനുണ്ട്. കോടതിയുടെ മുമ്പിൽ പറയാണ് ഒരു പ്രധാനപ്പെട്ട സാധനം കിട്ടാനുണ്ട് കേട്ടോ, അടുത്ത ദിവസം കിട്ടും. ജഡ്ജി പറയാമെങ്കിൽ ശരി, പിന്നെ അതും കൂടെ കൊണ്ടുപോകാം. നമുക്കിത് ഒരുത്തനെ ജയിലിൽ ഇടണമെന്ന് സർക്കാർ, നമ്മൾ ഇതിനാണ് ഭരണകൂട ഭീകരത എന്ന് പറയുന്നത്. ഒരുത്തനെ ജയിലിലിടണം, യവനെ ജയിലിലിടണമെന്ന് ഒരു സർക്കാർ സംവിധാനം തീരുമാനിച്ചാൽ ഇടാൻ പറ്റും. ഫിറോസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യത്തെ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോ അടുത്ത 7-ാം തീയതി കോടതി തുടങ്ങിയ ശേഷം വാദം കേൾക്കാം എന്നാണ് പറയുന്നത്. അതുവരെ അറസ്റ്റ് തടഞ്ഞിട്ടുമുണ്ട്. യഥാർത്ഥത്തിൽ അതിൽ കൂടി ജാമ്യം കിട്ടിയാൽ കോൺഗ്രസ് ചെയ്തത് വലിയ മണ്ടത്തരമാണെന്ന് കോൺഗ്രസിന് ബോധ്യപ്പെടും. ശ്രീല, അത് ഉറപ്പായിട്ടും അങ്ങനെയാണല്ലോ. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പ്, ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഒപ്പം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളുടെയും പശ്ചാത്തലത്തിൽ കോൺഗ്രസിന് വല്ലാതെ ആവലാതിയും വേവലാതിയും ഉണ്ടായിരുന്നു. ഇതിപ്പോ എങ്ങനെ, നമ്മൾ CPM പോലെ അല്ലല്ലോ, കോൺഗ്രസിന്റെ കാര്യം നമുക്കറിയാം. ഒന്നാമത് ഈ മാധ്യമ പ്രവർത്തകരെല്ലാം ഇങ്ങനെ വെച്ച് അലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്തോ വലിയ വിഷയമാണ്. അതോടെ ശ്രീലെ ഓർത്തു നോക്കിയാൽ മതി. രാഹുൽ കേസുമായി ബന്ധപ്പെട്ട് രാഹുലിന് അങ്ങനെ ഒരു ശബ്ദരേഖ വന്നതിന് പിന്നാലെ രാഹുലിനെ കോൺഗ്രസ് പുറത്താക്കുമോ, രാഹുലിനെ ആ നിലയ്ക്ക് രാഹുൽ അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്നൊക്കെയുള്ളതിലുള്ള നിരന്തരമായ എന്തിന് MLA സ്ഥാനം രാജിവെക്കുമോ, പെട്ടെന്ന് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിക്കുന്നു, അവിടെ തുടങ്ങി അങ്ങനെ മുന്നോട്ട് പോകുന്ന കുറേയധികം സംഭവങ്ങൾ. അപ്പൊ അതില് നമുക്ക് മനസ്സിലായത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവർക്ക് കൃത്യമായിട്ടും ഇങ്ങനെ ഒരു പ്രതിസന്ധിയെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമ്മർദ്ദത്തെ അതിജീവിക്കാൻ അതിലെ നേതാക്കൾക്കൊന്നും അത്ര വലിയൊരു ശേഷിയില്ല. മാധ്യമങ്ങൾ ഇപ്പോ ഓരോ മാധ്യമ പ്രവർത്തകരെ വേണമെങ്കിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റും. ആ പ്രവർത്തകൻ എന്ത് പറയുന്നു, ഈ മാധ്യമ പ്രവർത്തകൻ എന്ത് പറയുന്നു, ഈ ചാനൽ എന്ത് പറയുന്നു. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തോ സംഭവിക്കുമെന്ന് ഇങ്ങനെ വല്ലാതെ ഭയപ്പെട്ടിരുന്ന ഒരു അവസ്ഥ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ശ്രീല, ഈ രാഹുലിനെതിരെയുള്ള ഓരോ നടപടികളും, ഓരോ ഘട്ടത്തിലും രാഹുലിനെതിരായ നടപടികൾ ഉണ്ടാകുന്നത്. പക്ഷേ ഓൺലൈൻ മീഡിയ ശക്തമായ ഒരു പിന്തുണ രാഹുലിന് കൃത്യമായിട്ട് ലഭിച്ചിട്ടുണ്ട്. പല ചാനലുകൾ, ഞാൻ ചാനലുകൾ എടുത്തു പറയുന്നില്ല, ചില ചാനലുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി മാത്രം 24/7 പോലെ വർക്ക് ചെയ്തിരുന്ന ചാനലുകളുണ്ട്. ഇനിയിപ്പോ അത് PR വർക്കാണെന്നൊക്കെ പറയുന്നവരുമുണ്ട്. നമുക്ക് അതിനെപ്പറ്റി വ്യക്തമായി അറിയില്ല. പക്ഷേ അതുപോലെ നമ്മുടെ രാഹുൽ ഈശ്വറിന്റെ ഇടപെടലുകൾ കൃത്യമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരണമെന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ കൊടുത്തിട്ട് ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾ രാഹുലിനോട് നിയമസഭയിൽ വരണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നിരന്തരമായുള്ള അത്തരം ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ റൂമിന് പുറത്തിറങ്ങുന്നത് പോലും. അദ്ദേഹം ഒരു സമയത്ത് വല്ലാതെ ട്രോമ അടിച്ച് റൂമിൽ ഇരിക്കുകയായിരുന്നു, വല്ലാത്ത മാനസിക പ്രതിസന്ധിയിലായിരുന്നു എന്നൊക്കെ അദ്ദേഹം തന്നെ പറയുന്ന വോയിസ് ക്ലിപ്പുകളൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പൊ അവിടെ പിന്നെ പാലക്കാട്ടെ ജനങ്ങൾക്ക് അങ്ങനെ രാഹുലിനോടൊരു വലിയ വിരോധം, ഇങ്ങനെ ഒരു വിഷയത്തിൽ സംശയത്തിന്റെ നിഴലിലാണെങ്കിൽ പോലും അങ്ങനെ ഒരു വലിയ
ഒരു വികാരം രാഹുലിനെതിരെ ഇല്ല എന്ന് രാഹുൽ തിരിച്ചറിയുകയും കൂടെ ചെയ്തു. അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരുപാട് പേരുടെ സപ്പോർട്ടോടെയാണ് ശരിക്കും കോൺഗ്രസിൽ നിന്ന് തന്നെ വല്ലാതെ ഒറ്റപ്പെട്ടു പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ച് നിയമസഭയിലേക്ക് വരുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് രാഹുൽ പിന്നീട് ആ ഒരു കോൺഫിഡൻസിന്റെ പുറത്ത് പാലക്കാടേക്ക് പോകുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ രാഹുലിന്റെ ഒരു മാങ്കൂട്ടത്തിന്റെ കോൺഫിഡൻസ് ലെവല് ഒരു വലിയ കോൺഫിഡൻസ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം മുതൽ പറയുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടന പ്രകാരമോ അല്ലെങ്കിൽ ഇന്ത്യയുടെ നീതിന്യായ സംവിധാനത്തിന് വിഘാതമായ രീതിയിലോ എതിരായിട്ടോ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇനിയിപ്പോ ഇനിയും പരാതി ഉണ്ടെങ്കിലും ഈ പരാതികളൊക്കെയും കോടതിയിൽ വരുമ്പോൾ അതിന്റെ വിചാരണാ ഘട്ടത്തിൽ രാഹുലിന് ഊരിപ്പോവാൻ പറ്റും എന്നുള്ള ഒരു കൃത്യമായിട്ടൊരു പ്രതീക്ഷ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. കാര്യം അദ്ദേഹം നിയമത്തിനെതിരായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇന്ന് ഏറ്റവും അവസാനത്തെ ദിവസം കെ ബാബുവിന്റെ ബെഞ്ചാണ്, ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത്. കഴിഞ്ഞ ദിവസം ഇന്നലെ ജസ്റ്റിസ് കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. അപ്പോ ഒരു 10 ദിവസത്തിലധികമാണ് ഈ കേസ് നീട്ടിവെക്കുന്നത്. ഞാൻ ശ്രീലോട് ഒരു കാര്യം പറയാം. ഈ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് അദ്ദേഹം ഒരു 6 മാസം മുമ്പ് പറഞ്ഞിരുന്ന ഒരു വിധിയുണ്ട്. അതൊരു മുൻകൂർ ജാമ്യത്തിൽ പറഞ്ഞൊരു വിധിയാണ്. അത് മലപ്പുറം സ്വദേശിയായ ഒരു അമീർ എന്ന് മറ്റാണ് അതിന്റെ പേര്, കറക്റ്റ് ഞാൻ പേര് പെട്ടെന്ന് ഓർക്കുന്നില്ല. അദ്ദേഹം ഒരു പെൺകുട്ടിയുമായി, അദ്ദേഹത്തിനെതിരെ ഒരു പെൺകുട്ടി കൊടുത്ത പരാതിയാണ്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് പോവുകയാണ്. ആ പരാതി എന്ന് പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള കേസായിരുന്നു. അപ്പൊ ഈ പെൺകുട്ടി ഒരു വിദ്യാർത്ഥിനിയാണ്, പെൺകുട്ടി അതിനകം തന്നെയുമാണ്. അപ്പൊ വിവാഹിതയായ ഒരു പെൺകുട്ടിയെ ഇദ്ദേഹം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊക്കെയുള്ളതാണ് കേസ്. ഈ പെൺകുട്ടി ഇദ്ദേഹത്തോടൊപ്പം മലപ്പുറം ജില്ലയിലെ ഒരു ഹോട്ടലിലും കോഴിക്കോട് രാമനാട്ടുകരയോ അങ്ങനെ എവിടെ ഈ 2 ജില്ലകളിലെ 2 ഹോട്ടലിൽ ഈ പെൺകുട്ടി താമസിച്ച് ഇദ്ദേഹം ഈ പെൺകുട്ടിയെ ചൂഷണം ചെയ്തു എന്നാണ് പറയുന്നത്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഈ പരാതി പരിഗണിച്ചുകൊണ്ട്, ഇദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യം പരിഗണിച്ചുകൊണ്ട്, ബെച്ചു കുര്യൻ തോമസ് എന്ന് പറയുന്ന നീതിമാനായ ആ ജഡ്ജ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞ ഒരു പരാമർശമുണ്ട്. ഇതിൽ പ്രഥമ ദൃഷ്ട്യാ ഈ പരാതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ പരാമർശം ഇങ്ങനെയാണ്: ഈ പരാതിയിൽ തന്നെ ഈ ബന്ധം ഉഭയസമ്മത പ്രകാരമാണ് എന്ന് വ്യക്തമാണ്. അപ്പൊ അങ്ങനെ ഉഭയസമ്മത പ്രകാരം ഒരു സ്ത്രീയും പുരുഷനും അങ്ങനെ ഒരു ബന്ധം പുലർത്തിയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നും അത്തരത്തിലുള്ള ആക്ഷേപങ്ങളുമായി കോടതിക്ക് മുൻപിൽ വന്നാൽ, അല്ലെങ്കിൽ നിയമ സംവിധാനത്തിന്റെ മുൻപിൽ വന്നാൽ, അത്തരം കേസുകൾ കുറച്ചുകൂടി ഗൗരവതരമായി പരിഗണിക്കണം. അതിന്റെ കാരണം അത്തരത്തിൽ സംശയത്തിന്റെ നിഴലിലായി പോകുന്ന പുരുഷന്മാർ അവർ പിന്നീട് ജീവിതാന്ത്യം വരെ അവർ വേട്ടയാടപ്പെടും. അവർക്കൊരിക്കലും പിന്നീട് ഈ പൊതു ഇടത്തിൽ സ്വൈരമായി സമാധാനമായി ജീവിക്കാൻ കഴിയില്ല. അതായത് സ്ത്രീകൾക്ക് മാത്രമല്ല ട്രോമയുള്ളത്, പുരുഷന്റെ ജീവിതം അത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് ഇരുളടഞ്ഞു പോകുമെന്ന് കൃത്യമായിട്ടും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് എനിക്ക് തോന്നുന്നു വേടന് ജാമ്യം കൊടുത്തതും ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കേസ് യാദൃശ്ചികമായിട്ടാണ്, കാരണം കോടതി അവധിയായതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ ബെഞ്ചിലേക്ക് വരുന്നത്. അപ്പൊ അദ്ദേഹമാണ് ഒരു 10-12 ദിവസത്തേക്ക് കേസ് ഈ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് നിലനിർത്തിക്കൊണ്ട് ഈ കേസ് തള്ളിവെക്കുന്നത്. കേസ് ഇപ്പം സർക്കാർ കൊടുത്ത അപ്പീലും ഒരു 10-15 ദിവസത്തോളം തള്ളിവെച്ചു. ക്രിസ്മസിന് ശേഷം, അത് 2ാമത്തെ കേസിൽ ക്രിസ്മസിന് ശേഷം പരിഗണിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ കോടതികൾക്ക് താൽക്കാലികമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസം കൊടുക്കാൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെയാണ്. അല്ല, ഇനി വല്ല കൊടും ക്രിമിനൽ പ്രവൃത്തി എന്തെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിരുന്നുവെങ്കിൽ അങ്ങനെ കേസ് തള്ളിവെക്കില്ല. കേസ് തള്ളിവെക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കേസ് അങ്ങനെ അത്രയും ഗൗരവപ്പെട്ട തെളിവുകൾ കേസിന്റെ ആദ്യം തന്നെ വന്നപ്പോ തന്നെ അതില് രാഹുൽ ഉന്നയിക്കുന്ന കാര്യങ്ങളും ഗൗരവമുള്ളതാണെന്ന് നിരീക്ഷണം കൂടെ കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. ജില്ലാ കോടതിയിൽ അപ്പീൽ കിട്ടിയില്ലെങ്കിലും ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ അത് പറഞ്ഞിട്ടാണ് അടുത്ത ദിവസത്തേക്ക് കേസ് മാറ്റിവെച്ച് ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് അടുത്ത അവധിക്ക് ശേഷം കോടതി തുറക്കുമ്പോൾ പരിഗണിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 2 കേസിലും ജാമ്യം കിട്ടി പുറത്തു വന്നത് ഒരുപക്ഷെ ഈ അകത്തു പോയതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ഈ കുറച്ചു കാലം വീട്ടിൽ ഒതുങ്ങിയിരുന്ന വലിയ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് വന്ന ഒരാളെന്ന രീതിയിൽ സത്യത്തിൽ ഒരു രക്തസാക്ഷി പരിവേഷം കിട്ടാനുള്ള സാധ്യതയില്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2 കേസിലും വരുമ്പോൾ തീർച്ചയായിട്ടും ജാമ്യം കിട്ടി പുറത്തു വരുമ്പോൾ ഇതിൽ കേരള പോലീസിന്റെ ചില ഇടപെടലുകൾ സംശയാസ്പദമാണ്. കേരള പോലീസ് FIR ഇട്ട രീതി, അല്ലെങ്കിൽ മൊഴിയെടുത്ത ആ രീതി, അതിനെ സംബന്ധിച്ചൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ പുറത്തു നിൽക്കുന്നവരെ പോലും കേസിൽ കുടുക്കാൻ, ഇപ്പൊ രാഹുൽ ഈശ്വറിനെയൊക്കെ കേസിൽ കുടുക്കാൻ നടത്തിയ ശ്രമങ്ങൾ, ഇതൊക്കെ ചർച്ച ചെയ്യും, പൊതുസമൂഹം ചർച്ച ചെയ്യുമ്പോൾ കൂടുതൽ ശക്തനാവുകയല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ?
ശ്രീലാദിൽ ഒരു സംശയവുമില്ല. രാഹുൽ കൂടുതൽ ശക്തനാവുകയാണെന്നല്ല, എനിക്ക് തോന്നുന്നു 10 മടങ്ങ് ശക്തനാകുന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണ് നമ്മൾ കാണുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഷാഫി പറമ്പിലിന്റെ ഒരു നിഴലായിരുന്നു. ഷാഫി പറമ്പിലിനോടൊപ്പം നിന്ന് അദ്ദേഹം പിന്നീട് ഉണ്ടാക്കിയെടുത്ത എല്ലാം അതവിടെ സാധുവായി തന്നെ നിൽക്കുമ്പോഴും ഷാഫിയാണ് രാഹുലിനെ കൊണ്ടുവന്നത്. ഷാഫിയുടെ ആ ഇമേജിന്റെ ആ നിഴൽ പറ്റി നടന്നു വന്നൊരു ചെറുപ്പക്കാരൻ. അങ്ങനെ നിഴൽ പറ്റി നടന്നു വരുന്നു. പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നു. അതിനുശേഷം ഷാഫി പറമ്പിലിന്റെ ഒറ്റ നിർബന്ധം കൊണ്ട് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ മതി എന്നുള്ള ഒറ്റ നിർബന്ധം കൊണ്ട് പാലക്കാട് സ്ഥാനാർത്ഥിയാകുന്നു. നിങ്ങളിങ്ങ് സ്ഥാനാർത്ഥിയാക്കിയേക്കും, ഞാൻ ജയിപ്പിക്കാമെന്ന് പറയാൻ ഷാഫി പറമ്പിലിന് പറ്റും പാലക്കാട്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച പോലെ അവിടെ ഇനി ഏത് വീട്ടിലും കയറിയിട്ട് അങ്ങനെ അത്രയും അവിടെ ജനസ്വാധീനമുള്ള ഒരു നേതാവാണ്. അത് കൃത്യമായിട്ടും അങ്ങനെ ഒരു നേതാവിനെ അവിടെ കൃത്യമായിട്ടും അവതരിപ്പിക്കാൻ ഷാഫിക്ക് പറ്റി. അത് ഉപയോഗിക്കാൻ രാഹുലിനും പറ്റി. രാഹുലിനെ കാണുമ്പോൾ രാഹുലിനെ ആ നിലയ്ക്ക് രാഹുൽ ആ കളം പിടിച്ചു എന്നുള്ളത് ഉറപ്പാണ്. അപ്പോ അതിനുശേഷം വന്ന വിവാദങ്ങളൊക്കെ സത്യത്തിൽ അന്ന് വരെ പാലക്കാട് MLA അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നയാൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കുറച്ച് പോസ്റ്റുകളൊക്കെ ഇടുന്ന ഗംഭീരനായ ഒരു കക്ഷി, അല്ലെങ്കിൽ ചാനലുകളിൽ ചർച്ച നടത്തുന്ന ഒരു നല്ല ഗംഭീര ഒരു പ്രസന്റർ എന്നതൊക്കെ ആയിരുന്നു. അത്രയും മാത്രമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷെ ഇപ്പൊ എന്താണ്, ലോകത്ത് ഏതെങ്കിലും മലയാളിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയാത്തതായിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഷാഫിയോളം പോകുന്ന ഒരു തലപ്പൊക്കത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുപോയത് ഈ കേസും ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ ഈ ശ്രീല നേരത്തെ പറഞ്ഞ കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ അയ്യപ്പനെതിരെയുള്ള പാരഡി സോങ്ങുമായി ബന്ധപ്പെട്ട് പോലും നമ്മുടെ ഈ ഭരണകൂടം ഉണ്ടാക്കി വെക്കുന്ന ഒരു വല്ലാത്ത ഭീതിതമായ അന്തരീക്ഷമുണ്ട്. അതായത് ഇവിടെ മൊത്തം എന്തോ വലിയ പ്രശ്നമാണ്. ആര് മിണ്ടിയാലും ഇവരെ പിടിച്ചകത്തിട്ട് കളയുന്നുള്ളതാണ്. അതിനവര് പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യമായി മുന്നോട്ട് വെച്ചത് ഈ പാവപ്പെട്ട രാഹുൽ ഈശ്വറിനെയാണ്. രാഹുൽ ഈശ്വർ ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന് പറയുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് അകത്താക്കുന്നു. രാഹുൽ ഈശ്വർ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പ്രോസിക്യൂഷൻ വന്ന് കള്ളം പറഞ്ഞാൽ, പോലീസ് വന്ന് കോടതിയിൽ കള്ളം പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നാളെ ഇത് നമ്മളെ എല്ലാം ബാധിക്കുന്ന കാര്യമല്ലേ? പ്രോസിക്യൂഷൻ വന്ന് കള്ളം പറഞ്ഞാൽ, പ്രോസിക്യൂഷൻ വന്ന് കള്ളം പറയുന്നു എന്ന് പറയുന്നത്, പോലീസ് വന്ന് കള്ളം പറയുന്നു എന്ന് പറയുന്നത് അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ. സർക്കാർ കള്ളം പറയുന്നു. അത് പ്രോസിക്യൂഷനോ പോലീസോ കള്ളം പറയുന്നതല്ല. പ്രോസിക്യൂഷൻ ആരാണ്? പോലീസ് ആരാണ്? അത് സർക്കാരിന്റെ സംവിധാനമായി പ്രവർത്തിക്കുന്നു. സർക്കാരിന്റെ സംവിധാനമായ പോലീസ് അവർ കൊടുക്കുന്ന റിപ്പോർട്ട് പ്രകാരം പ്രോസിക്യൂഷൻ കള്ളം പറയുന്നു എന്ന് പറഞ്ഞാൽ സർക്കാർ കള്ളം പറയുന്നു. സർക്കാർ എന്തിനാണ് കള്ളം പറയുന്നത്? സർക്കാർ വലിയ പരിഭ്രാന്തിയിലാണ്. അതെ, നമ്മൾ ഇത് പലവട്ടം കണ്ടതാണ്. കാരണം ഇപ്പോ ദിലീപ് ഒരു പരാതിയുമായി പോയിരിക്കുന്നു. ആ പരാതിയിൽ പറയുന്നത് കോടതിയിൽ നടന്ന വാദങ്ങൾ പോലും ആ കോടതിയിൽ നടക്കാത്ത വാദങ്ങളെ പറ്റി വാദം നടന്നു എന്ന് പുറത്തു പറഞ്ഞു എന്നുള്ളതാണ്. അത് വലിയ കോടതി രേഖകളിൽ ഇല്ലാത്ത കാര്യം അഭിഭാഷകരും പ്രോസിക്യൂഷന്റെ ഭാഗമായവരും അതിജീവിതയുടെ അഭിഭാഷകരും ഒക്കെ പുറത്തു പറഞ്ഞത് ശരിയാണെങ്കിൽ, ദിലീപിന്റെ ആരോപണം ശരിയാണെങ്കിൽ ഗൗരവകരമായ വിഷയം തന്നെയാണ്. കോടതിയെ എപ്പോഴും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടന്നു, അതിൽ ഗൂഢാലോചന നടന്നു എന്ന് തന്നെയാണ്. ഇവിടെ അത് മാത്രമല്ല, ഈ അഭിപ്രായം പറയുന്നവരുടെ വായടപ്പിക്കാനുള്ള ശ്രമമുണ്ട്. ഇപ്പൊ ദിലീപിന്റെ കേസിൽ ഇന്നലെ എനിക്ക് തോന്നുന്നു 26-27 പേർക്കെതിരെ FIR ഇട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാർട്ടിൻ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. സ്വാഭാവികമായി കേസിന്റെ മെറിറ്റും ഡീമെറിറ്റും ചർച്ച ചെയ്യുന്ന ഈ വേളയിൽ അത്തരം ഒരു പരാമർശം വന്നാൽ ആരെങ്കിലും ഒക്കെ എടുത്തു വെച്ച് ഷെയർ ചെയ്യുക സ്വാഭാവികമാണ്. ചിലപ്പോ ഒരുപക്ഷെ ഒരു ബന്ധവും ഇല്ലാത്തവരായിരിക്കും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുക. അത്തരക്കാർക്കെതിരെ പരാതി എടുക്കുന്നു എന്നുള്ളത്, അതിൽ നടിയുടെ പേര് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്, നടിയുടെ അഭിഭാഷകരുടെ പരാമർശം തന്നെ ദിലീപ് ബലാത്സംഗം ചെയ്താൽ കുഴപ്പമില്ല എന്നുള്ള കാര്യങ്ങളോട് നിൽക്കുമ്പോൾ തന്നെ അത്തരത്തിലുള്ള വിഷയങ്ങൾ എത്തുമ്പോൾ അതൊന്നും പരാതിയാവുന്നില്ല. അല്ലെങ്കിൽ മറ്റുള്ളവരെ കൂടി സോഷ്യൽ മീഡിയയിൽ IT ആക്ട് ദുരുപയോഗം ചെയ്തുകൊണ്ട് പലരെയും കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഗൗരവകരമായി കാണേണ്ട ഒരു വിഷയമല്ലേ? അതെ ശ്രീല, അതാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും രാഹുൽ ഈശ്വർ ചോദിക്കുന്ന ചോദ്യവും ഒക്കെ ഇതാണ്. അതായത് ഒരു ഭീതിതമായ അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കി വെക്കുന്നു. നിങ്ങൾ ആരും ഒന്നും മിണ്ടരുത്. കാര്യം നിങ്ങൾ മിണ്ടിക്കഴിഞ്ഞാൽ അത് ആർക്കെതിരെയാണ് ഇത് മൊത്തം അടിക്കുന്നത്? ഇത് കേവലം എന്ന് ഞാൻ പറയുന്നില്ല. ഇതിപ്പോ ദിലീപിന്റെ കേസോ അതിജീവിതയുടെ കേസോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട എല്ലാ കേസും ആ കേസുമായി ബന്ധപ്പെട്ട് വരുന്ന വിമർശനം എന്നു മുതലാണ് അയ്യപ്പന്റെ വികാരങ്ങൾക്ക് അല്ലെങ്കിൽ അയ്യപ്പനെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾക്കൊക്കെ പാരടി പാടിയതിന് കേസെടുക്കാൻ തുടങ്ങിയത്. അതിൽ സഹാക്കൾ കട്ടോട്ട് പോയി എന്നുള്ള വാചകം ഉള്ളതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു വലതുപക്ഷങ്ങൾ
ഈ പാട്ട് വലിയ ആഘോഷമാക്കിയത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായതുകൊണ്ടാണ്. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇവർ പരാതി ഏതെങ്കിലും ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കൈ മുപ്പാൻ പോലും ക്ഷേത്രത്തിൽ പോയാൽ സഖാക്കന്മാർക്ക് നിവൃത്തിയില്ലാത്ത കാലഘട്ടത്തിലാണ് അയ്യപ്പന്റെ പാരഡിക്കെതിരെ പരാതിയുമായി വരുന്നത്, അല്ലെങ്കിൽ പരാതിയിലേക്ക് FIR ഇടുന്നത്. അതല്ലേ രസം? അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം ഇല്ലാതാക്കാൻ സത്യത്തിൽ ഇതൊരു ഫാസിസ്റ്റ് ഭരണകൂടം കേരളത്തിലല്ലേ ഉള്ളത്? എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും ആണെന്നാണ്. ഇത് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ നമ്മൾ ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല. ഇപ്പോ ഇവരെ ഏറ്റവും കൂടുതൽ വലിയ സംഭവമായിട്ട് പറയുന്നത് BJP ഫാസിസ്റ്റ് നിലപാടുകൾ സ്വീകരിക്കുന്നു, ഫാസിസം വരുന്നു. ഫാസിസം നമ്മുടെ മുറ്റത്ത് വരെയായിരുന്നു വന്നത്, ഇത് അടുക്കളയിൽ കൂടെ കയറി, അടുത്തതിന് ബെഡ്റൂമിൽ കൂടെ കയറും എന്നൊക്കെയാണ് അവർ പറയുന്നത്. നമ്മുടെ ഭക്ഷണം നമ്മൾ എന്ത് കഴിക്കണമെന്ന് അവർ തീരുമാനിക്കുന്നു, നമ്മൾ എന്ത് ധരിക്കണമെന്ന് അവർ തീരുമാനിക്കുന്നു. സത്യത്തിൽ ഇതെല്ലാം പോട്ടെ, കഴിക്കുന്നതും പിന്നെ ഈ ധരിക്കുന്നതും ഒക്കെ പോട്ടെ, എന്ത് പറയണമെന്ന് ഇവിടെ സർക്കാർ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്ത് മിണ്ടണം, അല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കൂ. രാഹുൽ ഈശ്വർ ഉയർത്തിയത് മുഴുവൻ സർക്കാരിനെതിരായ ഒരു തരത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ, ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി പറയുന്ന കാര്യങ്ങളൊക്കെയും പോയി ഇടിച്ചിരുന്നത് CPM-ന്റെ ചങ്കിലാണ്, അല്ലെങ്കിൽ സർക്കാരിന്റെ ചങ്കിലാണ്. അതുകൊണ്ട് രാഹുൽ ഈശ്വറിനെ എടുത്ത് അകത്തിട്ടു. ശ്രീല പറഞ്ഞ പോലെ അയ്യപ്പ ഗാനം പാരടി പോയി അടിക്കുന്നത് മൊത്തം സഖാക്കളുടെ നെഞ്ചിലാണ്, ഈ സർക്കാരിന്റെ നെഞ്ചിലാണ്. അതുകൊണ്ട് എന്തെല്ലാം കോലാഹലങ്ങൾ. അവിടെ ഖത്തറിൽ എവിടെയോ ജോലി ചെയ്യുന്ന പ്രവാസി, നമ്മൾ കേട്ട് കേൾവിയുള്ള കാര്യമാണോ അത്? ഖത്തറിൽ എവിടെയോ ജോലി ചെയ്യുന്ന പ്രവാസിയുടെ കമ്പനിക്ക് ഉള്ളതാണോ എന്നറിയില്ല, പ്രവാസിയുടെ കമ്പനിയിലേക്ക് ലെറ്റർ അയക്കാൻ പോകുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട, ആ പാട്ടുമായി ബന്ധപ്പെട്ട ആർക്കൊക്കെതിരെ കേസ് എടുക്കുന്നു, പാട്ട് എഴുതിയവനെതിരെ കേസ് എടുക്കുന്നു. എന്നിട്ട് ഞങ്ങൾ ഗംഭീരന്മാരായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വക്താക്കളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ദിലീപ് കേസിലും സംഭവിക്കുന്നത് എന്താണ്? ഇതിൽ പ്രോസിക്യൂഷന്റെ പരാജയം എന്നാണല്ലോ പറയുന്നത്. പൊതുവെ പ്രോസിക്യൂഷന്റെ പരാജയം എന്ന് പറഞ്ഞാൽ ആരുടെ പരാജയമാണ്? പ്രോസിക്യൂഷന്റെ പരാജയം സർക്കാരിന്റെ പരാജയം, പിണറായിയുടെ പരാജയം, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ പരാജയം. നിങ്ങൾ പിന്നെ എന്തിനാണ് ഈ കുറെ വർഷങ്ങളായിട്ട് ഈ അതിജീവിത ഇട്ട് ഈ കോടതി കയറ്റി ഇങ്ങനെ വല്ലാതെ മാനസിക സമ്മർദ്ദത്തിലും സങ്കടത്തിലും ആക്കിയതെന്ന് പൊതുസമൂഹത്തിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ചോദിച്ചു പോകും. അപ്പൊ ഇതെല്ലാം വന്ന് പതിക്കുന്നത് പിണറായിയുടെ തലയിലാണ്, അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ തലയിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്നും മിണ്ടരുത്. മിണ്ടിക്കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളെ അറസ്റ്റ് ചെയ്യും. രാഹുൽ ഈശ്വറിന്റെ അനുഭവം കണ്ടില്ലേ എന്നവർ നേരിട്ട് ചോദിക്കുന്നില്ല, പക്ഷെ രാഹുൽ ഈശ്വറിന്റെ അനുഭവം മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു പ്രതീകമാക്കി വെച്ചുകൊണ്ട് ഏതവനെയും ഞങ്ങൾ പിടിച്ചകത്തിടും. രാഹുൽ ഈശ്വർ പറയുന്ന പോലെ 16 ദിവസം ജയിലിൽ കിടക്കണ്ടേ? എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? സത്യമല്ലേ? 16 ദിവസം ജയിലിൽ കിടക്കണ്ട. വീഡിയോ കാണുമ്പോൾ നമുക്കറിയാം രാഹുൽ ഈശ്വറിനെ നോട്ടീസ് കൊടുത്തല്ല, വീട്ടിൽ നിന്ന് നോട്ടീസ് കൊടുത്ത് വിളിച്ച ആളല്ല രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വർ തെറ്റാണ്. നോട്ടീസ് തരാതെ 161 ഇത് പ്രകാരം നോട്ടീസ് തരാതെ ഒരുപക്ഷെ രാഹുൽ ഈശ്വർ പോവുക പോലും ചെയ്യരുതായിരുന്നു. രാഹുൽ ഈശ്വർ ചെന്നു, രാഹുൽ ഈശ്വറിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. എപ്പോഴാണ് നോട്ടീസ് കൊടുത്തത്? ഇത് മുഴുവൻ ലൈവായിരുന്നു, നമ്മളാരും കണ്ടിട്ടില്ല നോട്ടീസ് കൊടുക്കുന്നത്. വീട്ടിൽ നിന്ന് രാഹുൽ ഈശ്വറിന്റെ വീട്ടിൽ CCTV ദൃശ്യങ്ങളുണ്ട്. രാഹുൽ ഈശ്വറിനെ പുറത്തു കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ആ രാഹുൽ ഈശ്വർ തന്നെ അതിലൂടെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. രാഹുൽ ഈശ്വർ പുറകെ ഇറങ്ങി. ഇപ്പൊ എപ്പോഴാണ് നോട്ടീസ് നൽകിയത്? അപ്പൊ ഇതൊക്കെ നമ്മൾ രാഹുൽ ഈശ്വർ പറയുമ്പോൾ അവർ പോലും ഞെട്ടിപ്പോയി എന്നാണ് പ്രോസിക്യൂഷൻ കള്ളം പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള കേസുകൾ, പ്രത്യേകിച്ച് സ്ത്രീ വിഷയമാകുമ്പോൾ ഇത്തരത്തിലുള്ള കള്ളങ്ങൾ കോടതിയിൽ പ്രോസിക്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനേ കഴിയില്ല. നമ്മളെ ആരെയും എപ്പോഴും അകത്തിടാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേക്കാണ് കേരളത്തിലെ സർക്കാർ പോകുന്നത് എന്നുള്ളതാണ്. ഇതിനെതിരെ വലിയ രീതിയിൽ പ്രചരണം നടത്തേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മൾക്കൊക്കെ പലപ്പോഴും അറിയാതെ പറഞ്ഞു. ഇപ്പോ നടിയുടെ പേര് പറഞ്ഞു എന്നാണല്ലോ ഇവർ പറഞ്ഞ് ഇപ്പോ ദിലീപിന്റെ കേസിൽ എടുക്കുന്ന കേസ്. ഈ നടിയുടെ ഫോട്ടോ അടക്കം അവരുടെ ആൾക്കാർ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്, നമ്മളാരും ഷെയർ ചെയ്തിട്ടില്ല. പക്ഷെ നടിയുടെ ചിത്രം അടക്കം ഷെയർ ചെയ്തുകൊണ്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചവരുണ്ട്. ഈ ആദ്യത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസാണെങ്കിൽ ഈ രാഹുൽ കൊടുത്ത ജാമ്യ ഹർജി, ആ ജാമ്യ ഹർജി എടുത്ത് അതുപോലെ ഇട്ടിട്ടുണ്ട്. അതിനാണ് ഈ പെൺകുട്ടി ഏത് സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നതെന്നും ഈ പെൺകുട്ടി വിവാഹിതയാണെന്നും ആരുടെ ഭാര്യയാണെന്നും ഒക്കെയുള്ള കൃത്യമായ തെളിവുകളുള്ളത് അവിടെയാണ്. അവിടെ നിന്നാണ് ഇത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ള സാധാരണ കേരളത്തിൽ. അല്ലാതെ രാഹുൽ ഈശ്വർ വിവാഹിതയാണെന്ന് പറഞ്ഞ ഒരു വാക്കിലല്ല. രാഹുൽ ഈശ്വർ വിവാഹിതയായ മാധ്യമപ്രവർത്തകയാണെന്ന് പറഞ്ഞാൽ കേരളത്തിൽ വിവാഹിതയായ എത്രയോ മാധ്യമപ്രവർത്തകരുണ്ട്. പിന്നെ ഒരു AI ഫോട്ടോ, അത് അവരുടെ ഫോട്ടോ അല്ല, AI ഒരു സ്ത്രീയും പുരുഷനും നിൽക്കുന്ന ഫോട്ടോയാണ്. ഈ സ്ത്രീയുടെ ഫോട്ടോ അല്ല അത്. അതൊന്നും പറഞ്ഞ സത്യം പറഞ്ഞ കേസ് ഒരിക്കലും നിലനിൽക്കാത്തൊരു കേസാണ്. രാഹുൽ ഈശ്വറിന് വേണമെങ്കിൽ ഇത് മലീഷ്യസ് പ്രോസിക്യൂഷൻ കൊടുത്ത് മാനനഷ്ടം പോലും വാങ്ങിച്ചെടുക്കാവുന്ന ഒരു കേസാണ്. രാഹുൽ ഈശ്വർ അതിന് ശ്രമിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇത്തരം കേസുകളിൽ ഇങ്ങനെ, കാരണം സർക്കാരിന് ഇഷ്ടമില്ലാത്ത, സർക്കാർ എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ആരും പറയരുത്. കാരണം മാധ്യമ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും എതിരെയുള്ള കടന്നുകയറ്റമല്ലേ ഇത്? ഇതിനെതിരെ പ്രതികരണം വേണ്ടതല്ലേ? അതെ ശ്രീല, വളരെ സിമ്പിൾ ആയിട്ട് രാഹുലിന്റെ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ പറയുന്നൊരു കാര്യമുണ്ട്.
11-ാം തീയതി മറ്റോ ജാമ്യം കിട്ടേണ്ടതായിരുന്നു. അപ്പൊ അങ്ങനെ ജാമ്യം കിട്ടാൻ വേണ്ടി ഇരുന്ന സമയത്ത് പ്രോസിക്യൂഷൻ വന്നിട്ട് പറയാണ് ഒരു പേപ്പറും കൂടെ കിട്ടാൻ, ഒരു പ്രധാന രേഖയും കൂടെ കിട്ടാനുണ്ട്. കോടതിയുടെ മുമ്പിൽ പറയാണ് ഒരു പ്രധാനപ്പെട്ട സാധനം കിട്ടാനുണ്ട് കേട്ടോ, അടുത്ത ദിവസം കിട്ടും. ജഡ്ജി പറയാമെങ്കിൽ ശരി, പിന്നെ അതും കൂടെ കൊണ്ടുപോവാ. നമുക്കിത് അത്രേ ഉള്ളൂ. കോടതിക്ക് അത് ഒരുത്തനെ ചെയ്യാൻ ജയിലിൽ കഴിയും. ഇടണമെന്ന് സർക്കാർ, നമ്മൾ ഇതിനാണ് ഭരണകൂട ഭീകരത എന്ന് പറയുന്നത്. ഒരുത്തനെ ജയിലിൽ ഇടണം, ഇവനെ ജയിലിൽ ഇടണമെന്ന് ഒരു സർക്കാർ സംവിധാനം തീരുമാനിച്ചാൽ ഇടാൻ പറ്റും. ഒരു 5 ദിവസമോ 10 ദിവസമോ ഇടാൻ തീർച്ചയായും പറ്റും. അതിൽ കൂടുതൽ ഇടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഒരു 2 ആഴ്ച അവൻ ജയിലിൽ കിടക്കട്ടെ, അല്ലെങ്കിൽ ഒരു മാത്രമല്ല റിമാൻഡ് കഴിഞ്ഞ് രണ്ടാമത് റിമാൻഡ്. ഈ ദിലീപിന്റെ കേസിലും 90 ദിവസം കുറ്റപത്രം സമർപ്പിക്കുന്നിടം വരെ ജയിലിൽ കിടത്തേണ്ടി വന്നു. പലപ്പോഴും കേരളത്തിലെ പൊതുജനങ്ങൾക്ക് അറിയില്ല എന്താണ് കാരണമെന്ന്. പലപ്പോഴും അവർ ചോദിക്കുന്ന ചോദ്യം, ദിലീപ് കുറ്റം ചെയ്തിട്ടുള്ള എന്തുകൊണ്ടാണ് അങ്ങനെ കിടക്കേണ്ടി വന്നതെന്നാണ്. ഒന്ന്, ദിലീപ് ആ വിഷയത്തിൽ മുൻകൂർ ജാമ്യത്തിന് പോയിരുന്നില്ല. വിളിച്ചു ഉടനെ ചെല്ലുന്നു, അനധികൃതമായി അറസ്റ്റ് ചെയ്യുന്നു. ആ സമയത്ത് അറസ്റ്റ് ചെയ്യുകയാണ്. അറസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് മുൻകൂർ ജാമ്യത്തിന് പോകാനുള്ള ഒരു സാഹചര്യം ഇല്ല. അറസ്റ്റിലായി കഴിഞ്ഞാൽ, അയാളെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ഇൻഫ്ലുവൻഷ്യലായ പ്രതിയാണ്, ഇയാൾ പുറത്തുപോയാൽ തെളിവ് നശിപ്പിക്കും, പ്രമാദമായ ബലാത്സംഗ കേസാണ്, തെളിവുകൾ ഞങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ കുറ്റപത്രം നൽകുന്നിടം വരെ അയാളെ പുറത്തുവിടാൻ കഴിയില്ല ഒരു ജഡ്ജിക്കും. അതാണ് അവിടെ വേറൊരു സംഭവിച്ചിട്ടുള്ളത്. കാര്യമുണ്ട്, വേറൊരു കാര്യമുണ്ട് അതല്ലേ. കുറ്റപത്രം 90 ദിവസത്തിനുള്ളിൽ അന്വേഷണ സംഘത്തിന് സമർപ്പിക്കണം. പഴുതടച്ച കുറ്റപത്രം നൽകാൻ കഴിഞ്ഞില്ല. ഇല്ല, അതുകൊണ്ടാണ് 85 ദിവസം ജാമ്യം കൊടുക്കുന്നത്. ജാമ്യം കിട്ടിയത്. ഇല്ലെങ്കിലുള്ള അവസ്ഥയിൽ ആലോചിച്ച് നോക്കൂ. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുത്താൽ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള നിയമം പ്രകാരം 90 ദിവസത്തിനുള്ളിൽ ഈ കേസിൽ കുറ്റപത്രം കൊടുത്തിരുന്നെങ്കിൽ, ദിലീപിനെ കൂടി പ്രതിയാക്കിയ FIR പ്രകാരമുള്ള കേസിലെ ചാർജിലെ കുറ്റപത്രം കൊടുത്തിരുന്നെങ്കിൽ ദിലീപ് ജയിലിൽ കിടന്ന് വിചാരണ നേരിടണം. അതെ, അപ്പൊ കൃത്യമായിട്ടും ആ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുക്കാൻ പറ്റില്ല എന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായാലും ഇത് വലിയ കോൺസിക്വൻസിലേക്ക് പോകുമെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് 85 ദിവസം 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുക്കാൻ പറ്റില്ല, കൊടുത്തതുമില്ല. കുറ്റപത്രം കൊടുത്ത പിന്നെ എത്രയോ നാൾ കഴിഞ്ഞിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് 85 ദിവസത്തിന് ജാമ്യം കിട്ടുന്നത്. അപ്പൊ ആ കേസിലും വല്ലാത്ത തരത്തിലുള്ള, നമ്മളിപ്പോ എന്തൊക്കെ പറയുമ്പോഴും ഇടപെടലുണ്ട്, ആ തീർച്ചയായും കേസിലും ഉണ്ട്. കാര്യം ഇത് അതിൽ ഇമേജ് ആദ്യം വർദ്ധിപ്പിക്കുകയാണ്. ഇടപെടൽ ഇമേജ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഏത് വലിയവനായാലും ഞങ്ങൾ ഇവിടെ ചകത്തിടുമെന്ന് പറഞ്ഞിട്ട് ഇമേജ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ ഇതിനകത്ത് സിമ്പിളായി മനസ്സിലാക്കുന്ന ഒരു കാര്യം, കേരളത്തിലെ ജനങ്ങളെയും പ്രോസിക്യൂഷൻ വന്നിരുന്ന് ചാനലുകളിലൂടെ പറഞ്ഞ് ഇളക്കേണ്ട ഒരാവശ്യമില്ല. യഥാർത്ഥത്തിൽ ഏതെങ്കിലും കൃത്യമായ ഒരു തെളിവുണ്ടെങ്കിൽ അത് കോടതിയിൽ ഹാജരാക്കിയാൽ മാത്രം മതി. കോടതിയിൽ ഹാജരാക്കിയാൽ കൃത്യമായി തന്നെ ജഡ്ജി അത് കൃത്യമായി തന്നെ വിധി പറയും. ഇത് അതിനു പകരം കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ കഴിഞ്ഞ 9 വർഷമായി കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകളും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചാനലുകളിലൂടെ ഈ അഭിഭാഷകരും പ്രോസിക്യൂഷന്റെ ഭാഗമായിരുന്നവരും പോലീസ് ഓഫീസേഴ്സും നിരന്തരം വാർത്ത ചമയ്ക്കുകയാണ്. ആ വാർത്ത ചമയ്ക്കൽ ഒരു വിഭാഗം ആൾക്കാർ ഈ സത്യങ്ങൾ ഒരുപക്ഷെ എന്താണ് എന്ന് മനസ്സിലാക്കാതെ പ്രതികരിച്ചിട്ടുണ്ടാവാം. പക്ഷെ വിധി വന്നതോടുകൂടി വിധി വായിച്ച്, അതും ആലോചിച്ച് നോക്കണം, ഈ മാധ്യമങ്ങളൊന്നും, മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ആദ്യഘട്ടത്തിൽ ഇത് ചർച്ചയ്ക്കെടുത്തില്ല. കോടതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരുന്നു മുഖ്യധാരാ മാധ്യമങ്ങൾ വരുന്നത്. ഓൺലൈൻ മാധ്യമങ്ങളും അതുപോലെ തന്നെ ശ്രീജിത്ത് പണിക്കര്, അനിൽ ഇമ്മാനുവൽ, നമ്മളെപ്പോലുള്ള ചില ആൾക്കാരൊക്കെ ഈ വിധിന്യായം വായിച്ചുകൊണ്ട് കൃത്യമായ അഭിപ്രായം പറയുന്നു. ഇപ്പൊ സെബാസ്റ്റ്യൻ പോൾ കൃത്യമായി പറയുന്നുണ്ട്, TG മോഹൻദാസ്, ഇങ്ങനെയുള്ള ചിലർ ഇത് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഒരു നിവൃത്തിയുമില്ലാതെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആ വഴി പോകേണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ മാധ്യമങ്ങളും സർക്കാരിന്റെ ഭാഗമായി നിന്ന് വാർത്ത ചമയ്ക്കുന്നതിന് തയ്യാറാവുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കാൻ പോകുന്ന രീതിയിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഭാഗം നിൽക്കുന്നു. നേരെ മറിച്ച് ഇവിടെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എന്ത് സംഭവിച്ചുകൊണ്ടിരുന്നത് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ എത്രയോ തവണ അദ്ദേഹത്തെ രാജിവെപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇവർ ആരംഭിച്ചേനെ. എന്തൊക്കെ പ്രശ്നമുണ്ടായിരുന്നു. അതാണ് ഈ മുഖ്യധാര മാധ്യമങ്ങളുടെ പ്രശ്നം എന്താണെന്നറിയോ? ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിന് മുമ്പുള്ള ഒരു അവസ്ഥ ശ്രീല എടുത്തു നോക്കിയേ. മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഞങ്ങൾ കുറച്ചുപേര് പറയും, നിങ്ങളെല്ലാം കേട്ടോണ്ടിരിക്കണം, ഞങ്ങളാണ് പറയുന്നത്, നമുക്ക് ഈ രൂപമായിരുന്നു. ഇപ്പൊ എന്താണ്, ആൾക്കാരെല്ലാം പറഞ്ഞു തുടങ്ങി. ഓൺലൈൻ മാധ്യമങ്ങളോട് നിൽക്കട്ടെ, ആൾക്കാരെല്ലാം പറഞ്ഞു തുടങ്ങി. അവര് ഫേസ്ബുക്കിൽ കൂടെ പറഞ്ഞു തുടങ്ങി, അവര് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ പറഞ്ഞു തുടങ്ങി. അവർക്ക് പറയാനുള്ളതെല്ലാം അവരുടെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ഇല്ലെങ്കിൽ അവർ തിരുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇത് വല്ലാത്തൊരു അസഹിഷ്ണുത ഉണ്ടാക്കുന്നു ഈ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക്. കാര്യം അവരുടെ എന്തോ വലിയ സംഭവങ്ങളായിരുന്ന ഇടത്ത് ഇനിയിപ്പോ അവരൊന്നും ഒന്നുമല്ലല്ലോ. കാര്യം എല്ലാവരും മാധ്യമ പ്രവർത്തകരാണ്, എല്ലാവരും അഭിപ്രായം പറയുന്നു. കേന്ദ്ര സർക്കാരിനെ കുറിച്ച് പറയുമ്പോൾ മറ്റ് നാഷണൽ മീഡിയസിനെ ഇവര് ബോധി മീഡിയ എന്ന് വിളിക്കും. പക്ഷെ ഒരു മാധ്യമങ്ങളും അവിടുത്തെ ആരെങ്കിലും പാടിപ്പുകഴ്ത്തുന്നത് കണ്ടിട്ടില്ല. ഒരുപക്ഷെ നരേന്ദ്രമോദി ഒരു ഇന്റർവ്യൂ പോലും, നമ്മൾ 1-2 ഇന്റർവ്യൂകളാണ് നരേന്ദ്രമോദി ആകെ കൊടുത്തിട്ടുള്ളത്. മാധ്യമങ്ങളുമായിട്ട് തീരെ ഫ്രണ്ട്ലി അല്ലാത്ത ഒരാളാണ് അദ്ദേഹം എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇവിടെ പിണറായി വിജയനെ പാടിപ്പുകഴ്ത്തുന്ന രീതിയിൽ പിണറായി വിജയന് വേണ്ടി വാർത്തകൾ ചമയ്ക്കുന്ന ഇവിടുത്തെ മാധ്യമങ്ങൾ ഇരുന്നുകൊണ്ടാണ്
മറ്റുള്ള മാധ്യമങ്ങളെ നോക്കിക്കൊണ്ട് ബോധി മീഡിയ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്ത് വിരോധാഭാസമാണ്! കേരളത്തിൽ ഇപ്പോൾ മനുഷ്യന് മിണ്ടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ പേടിച്ച എഴുതുന്നത് ഫേസ്ബുക്കിൽ. എപ്പോഴാണ് കേസിൽ പ്രതിയാവുമെന്ന് അറിയില്ല. മറ്റൊരു രാഷ്ട്രീയപരമായി കൃത്യമായ ഒരു നിലപാടുകൂടി ഉള്ളത് കൊണ്ട് വളരെ പേടിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മളൊക്കെ. അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. അതെ, ഇവിടെ ഒരു അടിയന്തരാവസ്ഥയാണോ അണ്ണ എന്ന് നമ്മൾ ചോദിക്കുന്ന അവസ്ഥയാണ്. നിങ്ങൾ ഈ ഫാസിസം ആണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഫാസിസം ത്തെ കുറിച്ച് 24 മണിക്കൂർ ഇങ്ങനെ പറയുകയും ആശങ്കപ്പെടുകയും ചെയ്യും. നിങ്ങൾ അതിനേക്കാൾ വലിയൊരു ഫാസിസ്റ്റ് ഭരണകൂടമായി മാറിക്കൊണ്ട് ആൾക്കാർക്ക് മിണ്ടാൻ പോലും പറ്റാത്ത ഒരവസ്ഥ. അതിപ്പോ ഈ ഒരു കേസല്ലല്ലോ, ഏത് കേസ് എടുത്താലും പാരഡി പാട്ടിന്റെ കാര്യത്തിൽ പോലും ഒരു അക്ഷരം പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ജനങ്ങളുടെ വാമൂടിക്കെട്ടുന്ന നാടൊരു ഭരണകൂടമായി നിങ്ങൾ മാറുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു പോകുന്നുണ്ട്. അപ്പൊ അത് ഗുണം ചെയ്യില്ല. ജനങ്ങൾ തിരിച്ചറിയുന്നതിന്റെ ഏറ്റവും വലിയൊരു പ്രതിഫലനമാണ് നമ്മൾ ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പിലും കണ്ടത്. അപ്പൊ ഇതൊന്നും അങ്ങനെ ഇങ്ങനെയൊന്നും വാഴാൻ പറ്റില്ല, ഇങ്ങനെയൊന്നും വാഴിക്കില്ല കേരളം എന്നുള്ളതാണ് ശ്രീല എനിക്ക് ചുരുക്കി പറയാനുള്ളത്. തീർച്ചയായും അതെ, അത്തരത്തിലേക്ക് തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സർക്കാർ അതിന് പരാജയം കണ്ടുവന്നിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് മിണ്ടുന്നതിനൊക്കെ റദ്ദ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ ശ്രീല, നോക്കാം നമുക്ക് എങ്ങോട്ടാ പോകുന്നത്. അതെ, തീർച്ചയായും.